കഴിഞ്ഞ കൊല്ലത്തേക്കാൾ സ്വാദേറിയ ഒരു മാമ്പഴക്കാലമായിരുന്നു ഇത്തവണത്തേതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദിവസവും മാങ്ങയുണ്ട്. പച്ചയ്ക്കും പഴുപ്പിച്ചുമൊക്കെ ആവശ്യത്തിന് കഴിച്ചു ഇത്തവണ കേട്ടോ. രുചിയേറിയ ഒരുപാട് വിഭവങ്ങളുടെ വീഡിയോസൊക്കെ ഫോണിൽ കണ്ട് പരീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയതാണ് കേട്ടോ. ഇത് ഊർമിള ഉണ്ണി മാം അവരുടെ കോവിലകത്തെ മാമ്പഴപ്പുളിശ്ശേരി വെക്കുന്ന ഒരു റെസിപ്പി പറയുന്നുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അപ്പോൾ ഞാനത് പരീക്ഷിച്ച് നോക്കിയതാട്ടോ. നല്ല നാടൻ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കട്ട തൈരുമാണ് വേണ്ടത്. അപ്പോൾ അത് നല്ലവണ്ണം അരച്ചെടുത്തിട്ട് വരുമ്പോഴത്തേക്കും ഈ ശർക്കരപ്പാനിയിൽ മാങ്ങ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ 1 സ്പൂൺ നെയ്യ് ഒഴിക്കണം. പിന്നെ അതങ്ങ് കുറുകി വരും. കുറുകി വരുന്ന സമയത്താണ് അരപ്പ് ചേർക്കുന്നത്. അരപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് ഇളക്കി, ഒരുപാട് ലൂസും അല്ല എന്നാൽ അധികം കുറുകാതെ ഒന്ന് വാങ്ങി വെക്കണം. പിന്നെ നമ്മൾ കടുക് വറക്കുന്നതും നെയ്ക്കകത്താട്ടോ. കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയാണ് ആ റെസിപ്പിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കുമ്പോൾ അപാര രുചിയാണ് കേട്ടോ. എന്തായാലും എനിക്ക് മോനുകുട്ടനുമൊക്കെ ഇഷ്ടപ്പെട്ടു. ഊർമിള മാം ഇതിൻ്റെ റെസിപ്പി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്തവർക്കെല്ലാം അറിയാം ഈ മാമ്പഴ പുളിശ്ശേരിയുടെ സ്വാദ് എന്താണെന്നുള്ളത്. സൂപ്പറാണ്.